Good afternoon. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon. Good afternoon, miss. Good Good afternoon. afternoon. Okay, so who is doing prayer? പ്രേയറിന് ആരാ റെഡി ആയിട്ടുള്ളത്? തസ്ലീന ഷമീർ പ്രയർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Good afternoon, all. Thank you, God, for the word so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for the everything. Thank you. Yes. Sign in പറയട്ടെ. Good afternoon, everyone. My name is Tasneem, and warm welcome to today's live class. It's wonderful to see you all joining in. We are excited to dive into today's lesson with Jisha ma'am, who will guide you through mental health and hygiene. Please feel free to ask questions anytime. And let's make this productive and engaging learning session. Good afternoon, Good miss. afternoon, miss. Let's get started. Thank you. And I am welcome to Vaishnavi to say thought. Good Good afternoon, miss, afternoon, miss. and good afternoon, all. My name is Vaishnavi. I am going to present today's thought. Today's thought is all of us do not have equal talent, but all of us have an equal opportunity to develop our talents. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല, പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Okay, so once again, good afternoon to all. So നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതെ, അടുത്ത ചാപ്റ്റർ തുടങ്ങിയിരുന്നു. ഓക്കെ, ഏത് തുടങ്ങി. ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങി? യൂണിറ്റ് മെന്റൽ ഹെൽത്ത്. മിസ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ലല്ലോ. ഞാൻ ക്ലാസ്സിൽ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നോ? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. ക്ലാസ് റൂമിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അല്ലാതെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരും, കാരണം അവർക്ക് അതിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കുറെ ബാച്ചുകളിലെ അസൈൻമെന്റ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും വാലുവേഷൻ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെ? ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ പറഞ്ഞു, അത്രയൊക്കെയല്ലേ ഉള്ളൂ? ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അതിൽ നമ്മളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. നമ്മൾ ഇമോഷണലി, സൈക്കോളജിക്കലി
സോഷ്യലി എല്ലാം നല്ല വെൽ ബീയിങ്. വെൽനെസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു പോയിരുന്നു. അങ്ങനെ നമ്മൾ വെൽ ആയിട്ടിരിക്കുന്ന എല്ലാ ഏരിയ നോക്കിയാലും, സൈക്കോളജിക്കൽ അതുപോലെ തന്നെ ഇമോഷണൽ, അങ്ങനെ ഏത് ഏരിയ നോക്കിയാലും നമ്മൾ നല്ല വെൽ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഹെൽത്തി ചോയ്സസ് എടുക്കാൻ, അതായത് ഈവൻ ദോ റിലേഷൻഷിപ്പിലാണെങ്കിലും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണോ, അതേസമയം ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ, അങ്ങനെ ഏത് ചൂസ് ചെയ്യാനും നമുക്ക് അത് നമുക്ക് പറ്റും. അങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ. ഈവൻ ദോ ലോസസ് സംഭവിക്കും നമ്മളുടെ ലൈഫിൽ, പല നഷ്ടങ്ങൾ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക, ഇതെല്ലാം നമ്മളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ നമുക്കറിയാം ഡിപ്രഷൻസ് വരാം, ദുഃഖം, നിരാശ, ഡിസ്ട്രസ്, ഡിസ്പെയർ, അങ്ങനെ പല പല ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പോകാം. അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് നമ്മുടെ ബോഡിയിലൂടെ കാണാം. ഭയങ്കര ഹെഡേക്ക്, ഉറക്കക്കുറവ്, പിന്നെ ലെസ് കോൺസെൻട്രേഷൻ, പിന്നെ സംടൈംസ് സ്റ്റൊമക്ക് അപ്സെറ്റ്, അതൊക്കെ വരാം. അതേ ബോഡി പെയിൻ, ഇതൊക്കെ വരാം. ഇത് വേറെ ഫിസിക്കൽ ഇൽനെസ് കൊണ്ട് വരുന്നതല്ല, ഈ മെന്റൽ ഹെൽത്തിന്റെ ഉണ്ടാകുന്ന ഇഷ്യൂ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിന്റെ കൺസെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നായിരുന്നു. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ബുക്കായിരിക്കും ചിലപ്പോ പേജ് നമ്പർ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. നമ്മൾ മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 6 ആണ് എടുക്കുന്നത്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള ഒരു സയൻസ്, അതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ ഇൽനെസ്സിനെ അങ്ങനെ ഇല്ലാതാക്കി നമുക്ക് മെന്റൽ ഹെൽത്ത് ഹൈജീൻ ചെയ്യാനുള്ള ഒരു മാർഗം, ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തന്നെ ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഫോർ ദ പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് അല്ല മെന്റൽ ഇൽസ്, മാനസികമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ, ബുദ്ധിമുട്ട്. ഓക്കെ, അങ്ങനെ ഒരു അഡ്ജസ്റ്റഡ് വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മെന്റൽ ഹെൽത്ത്. സോ അത് തന്നെയാണ് മെന്റൽ ഹൈജീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വിച്ച് ഒരു ഇൻഡിവിജ്വലിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അറ്റ്മോസ്ഫിയറുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, പൊരുത്തപ്പെട്ടു പോവാ നമ്മൾ പറയില്ലേ, ആ ഒരു രീതി. ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിയില് പല ബുക്സുകളും എഴുതിയ ക്രൂ ആൻഡ് ക്രൂ, അതായത് ലെസ്റ്റർ ഡി ക്രൂ ആൻഡ് ആലീസ് ഡി ക്രൂ, ഒരു രണ്ടുപേരും കൂടി ചേർന്ന് ഇതിനൊരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവർ പറയുന്ന അനുസരിച്ച് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് that deals with human welfare, ആളുകളുടെ ക്ഷേമം അല്ലെ, വെൽഫെയർ എന്ന് പറയുന്നതല്ലേ, and pervades all fields of human relationship. pervades എന്ന സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു all fields of human relationship. മനുഷ്യന്റെ പല പല ബന്ധങ്ങളുണ്ട് നമുക്ക്, പാരന്റ്സുമായിട്ടുണ്ട്, നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുണ്ട്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പിന്നെ നമ്മുടെ ബാക്കി റിലേറ്റീവ്സ്, മക്കളുണ്ടെങ്കിൽ മക്കളുമായിട്ട്, ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ട്, നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓഫീസിലെ സ്റ്റാഫുമായിട്ട്, പഠിക്കുവാണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫ്, കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഏത് രീതിയിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കും. അവിടെയെല്ലാം നമ്മൾ ഒരു വെൽ ബീയിങ്, വെൽഫെയർ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നതാണ്. ദാറ്റ് സയൻസ്, അത് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളിലേക്കും അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ മെന്റൽ ഹൈജീൻ നല്ല രീതിയിലാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തും നല്ല ലെവലിലായിരിക്കും. അങ്ങനെ മെന്റൽ ഹെൽത്ത് നല്ല ഇതിലാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വരുന്ന സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഈ
അമിതാഹ്ലാദവും പ്രശ്നമാണെന്ന് പറയില്ലേ, അതുപോലെ വരുന്ന എന്ത് ഇമോഷൻസിനെയും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉണ്ട്. നെക്സ്റ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് ഒരു 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പോയിന്റ്സിലൊന്നും ഒതുകേണ്ടതല്ല. സോ അത് ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ വായിക്കട്ടെ മിസ്സേ. ഓക്കെ. Aims and objectives of mental hygiene. The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences, care of the mental health of the individual and of the group, the discovery and application of medicinal measures to cure mental ailment. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ അതാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആ ക്രോ ആൻഡ് ഗ്രൂ പറഞ്ഞ ഡെഫിനിഷൻ അബൌട്ട് മെന്റൽ ഹൈജീൻ. It's a science that deals with human welfare and it spreads to all fields of human relationship. ഇനി അത് തന്നെ നമ്മളൊന്ന് മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ വരുവാന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം തന്നെ ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് പേഴ്സ്യൂട്ട്സ്, അതായത് അഡോപ്റ്റ് എല്ലാ ഫീൽഡും ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ എല്ലാ ഫീൽഡിൽ നിന്നും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതാണ് മെന്റൽ ഹെൽത്ത് വരുന്നത്. മറ്റേത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. ഇത് ഹ്യൂമൻ റിലേഷൻസിൽ നിന്നും പലതും അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മെന്റൽ ഹെൽത്ത് വരുന്നത്. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. അതാണ് മെന്റൽ ഹെൽത്ത് വരുന്നത്. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീനെ കുറിച്ച് പറയുകയാണ്. നമ്മളിപ്പോ ഫിസിക്കൽ ഹെൽത്തിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് പേഴ്സണൽ ഹൈജീനും ഡൊമസ്റ്റിക് ഹൈജീനും നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മെന്റൽ ഹൈജീനെ പറ്റി നോക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. പലപ്പോഴും പല മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് സംഭവിക്കാം. അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിലെ ഹൈജീനിൽ എന്തായിരുന്നു, പ്രിവെൻഷൻ ആൻഡ് പ്രിക്വേഷൻസ് ഓഫ് ഏതെങ്കിലും ഒരു ഇൽനെസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെന്റ് ചെയ്യും. അഥവാ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രിക്വേഷൻസ് എടുക്കണം ആ രീതിയിൽ. ഇവിടെയും അതുപോലെ തന്നെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഒരു പ്രിവെൻഷൻ, understanding the relationship that exists between healthy personality development and life experiences. നമ്മുടെ ലൈഫാണ് പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. എപ്പോഴും സന്തോഷം മാത്രമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് ലൈഫില്. സോ അത് നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ മസ്റ്റ് ആണ്. അതിന് വേണ്ടുന്നത് മെന്റൽ ഹെൽത്ത് തന്നെയാണ്. സോ ത്രൂ മെന്റൽ ഹൈജീൻ ആണ് നമുക്ക് മെന്റൽ ഹെൽത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മെന്റൽ ഹൈജീന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. അത് പ്രിവെന്റ് ചെയ്യുക. എങ്ങനെയാ? അതിന് മെഡിസിൻസ് കഴിച്ചിട്ട് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും സംഭവിക്കുന്ന പല കാര്യങ്ങൾ, അതിനെ മാനേജ് ചെയ്യുക. നമുക്ക് അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് നമ്മളൊരു മെഡിക്കേഷന് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പേർട്ടിനെ തേടി പോകുന്നത്. ലൈഫ് എക്സ്പീരിയൻസും എല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന് ആവശ്യമാണ് മെന്റൽ ഹൈജീൻ, അതിലൂടെ മെന്റൽ ഹെൽത്ത്. പിന്നെ ഇൻഡിവിജ്വൽസിന്റെ മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ മെന്റൽ ഹെൽത്ത്. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ, ഒരു സ്കൂളിലെ ടീച്ചർ ആണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും അല്ലെ. നമ്മൾ ഇൻഡിവിജ്വലി നമ്മളുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെയും, നമുക്കൊരു കുട്ടികളുണ്ട്, ലൈഫ് പാർട്ട്ണർ ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളിലുണ്ട്. അങ്ങനെ ഓരോരുത്തരും ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം മറ്റുള്ള ഒരാൾക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളിൽ നിന്നൊരു പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ദെയർ മെന്റൽ ഹെൽത്ത്. അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവരുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതല്ലേ. സോ അതുകൊണ്ട് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കെയർ ഓഫ് ദ മെന്റൽ ഹെൽത്ത്. അത് പേഴ്സണലിയുമാണ്, ഇൻഡിവിജ്വലിയുമാണ്, അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെയാണ്. The discovery and application of medicinal measures to cure mental ailment. ഡിസീസ് അതിപ്പോ അങ്ങനെ വന്നു, നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പേർട്സിന്റെ അഡ്വൈസ് നോക്കും.
മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അഡ്വൈസ് നോക്കും. പണ്ട് തുടങ്ങിയ ഒരു സിഗ്മയാണ്, അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്താ ഭ്രാന്താണ്, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ വരും. ബട്ട് സംടൈംസ് ചില കാര്യങ്ങൾ, ചില മെന്റൽ ഡിസോർഡേഴ്സ് നമ്മൾ ക്യൂർ ചെയ്യുക തന്നെ വേണം. ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും റിലാക്സേഷൻ പല രീതിയിലായിരിക്കും. ചിലർ പാട്ട് കേൾക്കും, ചിലർക്ക് ചിലപ്പോൾ ഒരു സോളിറ്റ്യൂഡ്, ലോൺലി, ഒറ്റയ്ക്കിരുന്ന് ായിരിക്കും, ചിലർക്ക് ബുക്സ് വായിക്കാനായിരിക്കും. കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ മൈൻഡ് ഫ്രഷ് ആവുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എന്ത് മെത്തേഡാണോ ആ മെത്തേഡ് എടുക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഇതാണ് അതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞത്. പിന്നെ മെന്റൽ ഹൈജീൻ സ്കൂളുകളിൽ ആവശ്യമാണോ? നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് എന്നാണ്. നമ്മളെല്ലാം കണക്ട് ചെയ്യുന്നത് സ്കൂളുമായിട്ടാണല്ലോ. നമുക്ക് ഫിസിക്കൽ ഹെൽത്തും ഫിറ്റ്നസും വെൽനസും എല്ലാം പറഞ്ഞപ്പോഴും നമ്മൾ സ്കൂളുമായിട്ട് കണക്ട് ചെയ്തു. ഈ പാരഗ്രാഫ് ആരാ വായിക്കും? ഞാൻ വായിക്കാം മിസ്. Need for mental hygiene in schools. The major incidence of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. Among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, overemphasis on school marks, teachers' partially fears of failure, excess homework, heavy curriculum, etc. Cause mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the health development of the students. Okay, major incidents of extensive social problems like indiscipline, അച്ചടക്കമില്ലായ്മ, delinquent എന്ന് പറഞ്ഞാൽ guilty. ഇങ്ങനെ കുട്ടികളിൽ എപ്പോഴും വരുന്ന ഓരോരോ പ്രശ്നങ്ങളാണല്ലേ, അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ്, ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, എന്റെ കുട്ടിയെ വല്ലാതെ ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നും. പിന്നെ ട്രുവൻസി എന്ന് പറഞ്ഞാൽ ഫെയിലിയർ, അവർക്ക് പലപ്പോഴും എക്സാംസിലാകാം, അങ്ങനെ പല കാര്യങ്ങളിലും ഫെയിലിയർ വരുവാണെങ്കിൽ. ദെൻ സൂയിസൈഡ് ടെൻഡൻസി, സൂയിസൈഡ്, അണ്ടർ അച്ചീവ്മെന്റ്, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എക്സാമിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ റണ്ണിങ് അവേ ഫ്രം സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക, ഇങ്ങനെയെല്ലാം കുട്ടികളിൽ കാണിക്കുന്ന കുറെ ടെൻഡൻസികളാണ് മെന്റൽ ഹൈജീൻ സ്കൂൾസിൽ. അപ്പൊ ശരിക്കും മെന്റൽ ഹൈജീൻ സ്കൂളിന്റെ അതിന്റെ ആവശ്യം പറയുവാണ്. പലപ്പോഴും മാനസികമായ ബുദ്ധിമുട്ട്, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാമിന്റെ ടെൻഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. സൂയിസൈഡ് ടെൻഡൻസി, ഓടിപ്പോവുക, ഒളിച്ചിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കൂളിൽ മീനിങ് ഒന്ന് പറയാമോ? ഏതാണ് ട്രുവൻസി? ട്രുവൻസി എന്ന് പറഞ്ഞാൽ ഫെയിലിയർ, ഒരു പരീക്ഷകളിൽ തോൽവി, പരാജയം, അങ്ങനെയൊക്കെ പറയില്ലേ. അതിപ്പോ പരീക്ഷയാവണമെന്നില്ല, വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ റിലേറ്റഡ് വിത്ത് അക്കാദമിക് ആവുന്നതിലോ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ മെന്റൽ ഹൈജീൻ സ്കൂളുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്കൂൾ ഇറ്റ്സെൽഫ് ഒരു സോഴ്സ് ഓഫ് മാലഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. കുട്ടികൾക്ക് പലപ്പോഴും ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നു, ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയി മാറുന്നു. അവർക്ക് ശരിയായ രീതിയിലൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് പറ്റും. ഒരു വാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സോഴ്സ് ആയിത്തീരുന്നു സ്കൂളുകൾ. പലപ്പോഴും കുട്ടികൾ ഈ രീതിയിലുള്ള ടെൻഡൻസീസ് കാണിക്കും. അത് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന പോലെ. Lack of friendliness on the part of the teacher, overemphasis on school marks, teachers' partiality, fears of failure, excess homework, heavy curriculum, etc. cause mental tension and fear in children. അല്ലെ, കുട്ടികളിൽ പൊതുവെ കാണുന്നത് ടീച്ചർ ചിലപ്പോ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ട് പെരുമാറുക, പിന്നെ മാർക്കിന് വളരെ എംഫസൈസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പാർഷ്യാലിറ്റി ആയിട്ട് ടീച്ചർ പെരുമാറുന്നു, പഠിക്കുന്ന കുട്ടികളോട് പഠിക്കാത്ത കുട്ടികൾക്ക് അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നു,
പിന്നെ തോറ്റു പോകുന്നുള്ള പേടി, എപ്പോഴും ഫിയേഴ്സ് ഓഫ് ഫെയിലിയർ, എക്സസ് ഹോംവർക്ക്, ഹോംവർക്ക് കൂടുതലായിട്ട് വരുന്നത്, ഹെവി കരിക്കുലം, ഭയങ്കരമായിട്ടുള്ള സിലബസ്, അവർക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വരുന്നത്, ഇതെല്ലാം അവരെ മെന്റൽ ടെൻഷനിലാക്കുന്നു. പേടി, കുട്ടികൾക്ക് പേടിയായിരിക്കും, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ തന്നെ ഒരു പേടി പോലെ എന്ന രീതിയിലൊക്കെ വരും. The mental hygiene practice helps the teachers to change their angle of vision. അങ്ങനെ മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുന്നത് ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യുന്നു. അവര് അപ്പൊ ടീച്ചേഴ്സിനും ശരിക്കും ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ വരണം അബൌട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അങ്ങനെ ഒരു കുട്ടികൾക്ക് ആ സ്കൂളിന്റെ ആ ഒരു സറൗണ്ടിങ്സ് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സും ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് തന്നെ നല്ല മോറൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്സ് എല്ലാം കിട്ടുവാണെങ്കിൽ അത് അവരുടെ ഹെൽത്തിന്റെ ഡെവലപ്മെന്റ്, ബേസിക്കലി മെന്റൽ ഹെൽത്തിന്റെ ഡെവലപ്മെന്റിന് കാരണമാകും. പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ടല്ലേ, മെന്റൽ ഡിസോർഡേഴ്സ്. അത് തന്നെ ഡിപ്രഷനിലേക്ക് പോവാം, ആൻസൈറ്റി പ്രശ്നം, ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകാം. ഇങ്ങനെ ഈ ഡിസോർഡേഴ്സ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെടുവാണ്. അവരുടെ ബിഹേവിയറിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് വരും. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒരു പലപ്പോഴും ചിലപ്പോ വേറെ മറ്റു പലതിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. ശരിയല്ലാത്ത റോങ് ആയിട്ടുള്ള വെയില് അവരെ പലതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. സബ്സ്റ്റൻസ് യൂസുകൾ അങ്ങനെയെല്ലാം തുടങ്ങും. അപ്പൊ അതിലേക്കൊന്നൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് സ്കൂൾ അധികൃതര്, സ്കൂളിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ ആവശ്യം തന്നെ. Okay, next. നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. മെന്റൽ ഹെൽത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാരാ വായിക്കും? Mental health and mental hygiene. Mental health is the science that deals with the care and promotion of mental health, as well as the prevention of mental ill health. മഴ പെയ്യുവാണോ അവിടെ? ഫാൻ ഫുൾ സ്പീഡ് ആയിരുന്നു അതാണ്. Mental health is the science that deals with the care and promotion of mental health, as well as the prevention of mental ill health. The aim of mental hygiene is to try to achieve better mental health. Mental health is a process of continuous adjustments to the environment by the individual. Mental hygiene is the means of attaining healthy personal and social adjustment. According to Katz and Mosley, mental is the ability to adjust satisfactorily to the various strains of the environment we meet in life, and mental hygiene is the means we take to assure this adjustment. In short, mental hygiene is the means we take to assure this adjustment. In short, mental hygiene and mental health may be differentiated as means and ends. Mental hygiene is a means to make people conscious of mental health. It provides means and measures to attain mental health. Okay. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹൈജീനെ കുറിച്ച്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്തിന്റെ കെയർ, അതിന്റെ പ്രൊമോഷൻ, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിച്ചത്. അതിന്റെ കെയറും പ്രൊമോഷനും എന്താണ്? നമുക്ക് മെന്റലി നമ്മൾ ഡൗൺ ആവരുത്, നമുക്ക് മെന്റലി ഇൽ ഹെൽത്ത് ആയി മാറരുത്, നല്ല മെന്റൽ ഹെൽത്ത് കിട്ടണം. അതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് എന്താ? ട്രൈ ടു അച്ചീവ് ബെറ്റർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ മനസ്സിന് നല്ല ഹൈജീൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ട്രൈ ടു അച്ചീവ് ബെറ്റർ മെന്റൽ ഹെൽത്ത്.
മെന്റൽ ഹെൽത്ത് എന്താ? കണ്ടിന്യൂസ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവിയോൺമെന്റ് ബൈ ദ ഇൻഡിവിജ്വൽ. നമ്മളുടെ ചുറ്റുപാടുമായി നമ്മൾ അഡാപ്റ്റ് ആവുന്നു, പൊരുത്തപ്പെട്ടു പോകുന്നു. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കനുസരിച്ച് ചില സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റഡ് ആകുന്നു ആ ഒരു സിറ്റുവേഷനുമായിട്ട്. വെള്ളത്തിന് സ്കേഴ്സിറ്റി, ചൂടാണ്, വെള്ളം കുറഞ്ഞു വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആകും. നമുക്കറിയാം ഒരാളുടെ സ്വഭാവം, എന്ത് കണ്ടാലും അയാള് ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ദാറ്റ്സ് ദെയർ നേച്ചർ. നമ്മൾ അതിന് തിരിച്ച് മറുപടി പറയാനോ സംസാരിക്കാനോ പോയിട്ട് കാര്യമില്ല. സോ വി ആർ ജസ്റ്റ് അഡ്ജസ്റ്റിംഗ് വിത്ത് ദാറ്റ് സറൗണ്ടിങ്സ്, അല്ലെ? ആ ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അതൊരു ഹെൽത്തി പേഴ്സന്റെ ഒരു ലക്ഷണമാണ്. മെന്റൽ ഹൈജീൻ എന്ന് മീൻസ് ഓഫ് അറ്റൈനിങ് ഹെൽത്തി പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ അങ്ങനെ പേഴ്സണലി ആൻഡ് സോഷ്യലി അഡ്ജസ്റ്റ് ചെയ്യും. ഈ കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറയുന്നത് നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി ആണ്. അവർ ഓതേഴ്സ് ആണ്. ഇതുപോലെ തന്നെ കുറെ ബുക്സ് ഒക്കെ എഴുതുന്നത് സൈക്കോളജിയിലും അങ്ങനെയൊക്കെ. നേരത്തെ ക്രോ ആൻഡ് ക്രോ പറഞ്ഞ പോലെ തന്നെയുള്ള 2 പേരാണ് കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറയുന്നത്. അവര് പറയുന്നത് അവിടെ അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി മെന്റൽ ഈസ് ദ എബിലിറ്റി എന്നുള്ളത് നിങ്ങൾ മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി എന്ന് ചേഞ്ച് ചെയ്യുക. ഹെൽത്തും കൂടെ എഴുതി ചേർക്കുക. അവര് പറയുന്ന അനുസരിച്ച് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ, മെന്റൽ ഹെൽത്ത് ഈസ് ദി എബിലിറ്റി ടു അഡ്ജസ്റ്റ് satisfactorily to the various strains of the environment we meet in life. And അത് മെന്റൽ ഹെൽത്ത് നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന പല രീതിയിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമുക്കുണ്ട്. അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നത്. നമ്മളുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, നമുക്ക് നഷ്ടപ്പെട്ടു, ഇറ്റ്സ് എ ലോസ്, നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, ബട്ട് വി ആർ ജസ്റ്റ് അഡ്ജസ്റ്റിംഗ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിക്കുന്നു. അതാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്, ആ എബിലിറ്റി. ഓക്കെ, മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്വർ ദിസ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് പല മാർഗങ്ങൾ വേണം, അല്ലെ? അപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നു, അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നേക്കാളും ആ അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്താനായിട്ട് നമ്മൾ ചിലപ്പോ പല മാർഗങ്ങൾ സ്വീകരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒന്നിലേക്ക് നമ്മൾ ഡീവിയേറ്റഡ് ആകും. മ്യൂസിക് അല്ലെങ്കിൽ ചെറിയ മെഡിറ്റേഷൻസ്, പ്രെയർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സ് ഒന്ന് പ്രശാന്തമാകാവുന്ന രീതിയിൽ നമ്മൾ പ്രെയർ ചെയ്യും, അല്ലെ? അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാർഗമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതെന്താ? നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് പോകണം, നമ്മൾ അതിനൊരു മാർഗം സ്വീകരിക്കാറുണ്ട്, അല്ലെ? ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മളൊരു മാർഗം സ്വീകരിക്കും. നമ്മളുടെ ലക്ഷ്യം എന്താ? മെന്റൽ ഹെൽത്ത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മാർഗം എന്താ? മെന്റൽ ഹൈജീൻ. സോ മെന്റൽ ഹൈജീൻ മീൻസും മെന്റൽ ഹെൽത്ത്, അങ്ങനെ ഒരു മാർഗം മെന്റൽ ഹൈജീൻ. നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിന്റെ ഹൈജീൻ എടുക്കുമ്പോൾ നമ്മളുടെ എൻഡ് റിസൾട്ട് എന്താണ്? നല്ലൊരു മെന്റൽ ഹെൽത്ത്. സോ അതാണ് പറയുന്നത് മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ മീൻസ് മെന്റൽ ഹൈജീൻ, എൻഡിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെന്റൽ ഹെൽത്ത്. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ അല്ലാതെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ അത് മനസ്സിലായപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. കട്ട്സ് ആൻഡ് മോസ്ലി പറയുന്നത്, നോർമ ഇ കട്ട്സും നിക്കോളാസ് മോസ്ലി അവര് ഓതേഴ്സ് ആണ്. അവർ പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ സറൗണ്ടിങ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെ? ചിലർ പറയില്ലേ, ഓരോ പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പുറകെ അടുത്തത് വരുവാണെന്ന് ഇങ്ങനെ പറയുന്നേക്കാട്ട്. അതുപോലെ വേരിയസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് നമുക്ക് എൻവയോൺമെന്റിൽ നിന്ന് വരും. അതിനായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഉള്ള നമ്മുടെ ആ ഒരു എബിലിറ്റീനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി ആ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാർഗം, ടൂൾ എന്താണ്? മെന്റൽ ഹൈജീൻ. ഇൻ ഷോർട്ട്, മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ്, നമ്മൾ എടുക്കുന്ന മാർഗം, we take to assure this adjustment. In short, mental hygiene and mental health may be differentiated as means and ends. മാർഗവും ലക്ഷ്യവും ആ രീതിയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മാർഗം മെന്റൽ ഹൈജീൻ ആണ്, ലക്ഷ്യം മെന്റൽ ഹെൽത്ത്. ഞാൻ വെറുതെ ഇരുന്ന് എനിക്ക് ഇപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വെറുതെ കുളിക്കാതെയൊക്കെ രാവിലെ വെറുതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, എനിക്ക് നല്ല ഹെൽത്തി ആവാൻ പറ്റും. ഞാൻ ആ മെന്റൽ ഒരു ഫിസിക്കൽ ഹെൽത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ ശരീരശുദ്ധി വരുത്തണം, എനിക്ക് ഇത് സമയത്ത് ഭക്ഷണം കഴിക്കണം, സമയത്ത് ഉറങ്ങണം. അപ്പൊ ഫിസിക്കൽ ഹെൽത്തിലേക്ക് പോകാൻ നമ്മൾ സ്വീകരിച്ച മാർഗങ്ങൾ
ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീൻ എല്ലാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മെന്റൽ ഹെൽത്തിലേക്ക് പോവാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം, മീൻസ് എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. എൻഡ് റിസൾട്ട് മെന്റൽ ഹെൽത്ത്. സോ മീൻസ് ആൻഡ് എൻഡ്സ് ആണ് രണ്ടും. മീൻസ് മെന്റൽ ഹൈജീൻ, എൻഡ്സ് മെന്റൽ ഹെൽത്ത്. എന്തോ okay, mental hygiene is a means to make people conscious of mental health. ആളുകൾക്ക് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നല്ലൊരു അവബോധം, ഒരു ബോധം ഉണ്ടാക്കാനുള്ള ഒരു മീൻസ്, ഒരു ടൂളാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മീൻസ് ആൻഡ് മെഷേഴ്സ് ടു അറ്റൈൻ മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസും മെഷറും ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പോ വാട്ട് വി യൂസ് ടു ഡു ആൻഡ് വാട്ട് വി എയിം ടു ഡു, അതാണ് ഈ മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് ഈ മീൻസ് ആൻഡ് എൻഡ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വാട്ട് വി യൂസ് ടു ഡു ആൻഡ് വാട്ട് വി എയിം ടു ഡു, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. ഇവിടെ നമ്മളുടെ ലക്ഷ്യം മെന്റൽ ഹെൽത്തും നമ്മൾ ചെയ്യുന്ന ടൂൾ അല്ലെങ്കിൽ മീൻസ്, മാർഗങ്ങൾ മെന്റൽ ഹൈജീൻ. ഓക്കെ, ക്ലിയർ ആയോ? മീൻസ് ആൻഡ് എൻഡ്സ്. സോ നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. ഫസ്റ്റ് പാരാഗ്രാഫ് അറിയുന്നത് വായിക്കാം. രണ്ടുപേരും ഉണ്ടല്ലോ. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വായിച്ചു, 1 by 1 ആയിട്ട്. Mental health. A healthy individual is not only physically healthy, but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. A sound, efficient mind, and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body, integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social efficiencies. Next വായിക്കട്ടെ. അപ്പോ ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല, നമ്മളത് പലതവണ പറഞ്ഞു, മെന്റലി ഹെൽത്തി ആയിരിക്കണം. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് നമ്മൾ തുടങ്ങിയത് അങ്ങനെയായിരുന്നു. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക. പ്രോപ്പർ ഫങ്ഷനിങ്, ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് മാത്രമല്ല, അത് മൈൻഡിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് കൂടിയാണ്. സൗണ്ട്, എഫിഷ്യന്റ് മൈൻഡ്, കൺട്രോൾഡ് ഫീലിങ്സ്. പല ഫീലിങ്സ് വരും. ഒരാൾ നമ്മളെ മുന്നിൽ വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, നമ്മൾക്ക് പക്ഷെ ദേഷ്യം വരുന്നുണ്ട്, ബട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം അങ്ങനെ ചെയ്യുന്നവരോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ വി ആർ ജസ്റ്റ് കൺട്രോളിങ് അവർ ഫീലിങ്സ്. നമുക്ക് വന്ന ഫീലിങ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. സോ അതെല്ലാമാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മാത്രം ഹെൽത്തിലല്ല. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സൗണ്ട് ഓർ ഹോൾ ഇൻ ബോഡി ആൻഡ് മൈൻഡ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായ ഒരു ഹെൽത്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു സെന്റൻസിൽ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടെ ചേർക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ്. ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്ന് ചേർക്കുക. ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും കുറെ ഡിസ്റ്റർബൻസസ് ശരിക്കും ഉണ്ട്. നമുക്കെല്ലാം നമ്മളുടെ ബിഹേവിയറിലും എല്ലാം നമുക്കെപ്പോഴും ഓരോ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം, സ്ട്രെസ് വരാം. അപ്പൊ അങ്ങനെ വരുന്നതാണ് നമ്മുടെ ബോഡിയും മൈൻഡും എല്ലാം ആ ഒരു യൂണിറ്റ്സ് ഉണ്ടാകും ഒരാളുടെ ബിഹേവിയറിൽ. അപ്പൊ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫാക്ടേഴ്സ് ആണ് ഈ അതിൽ ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസസ്. സ്ട്രെസ് വരാം, കോൺഫ്ലിക്ട്സ് വരാം, അങ്ങനെ പല കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പൊ നമ്മൾ ശരിക്കും ഹെൽത്തിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസ്റ്റർബൻസിനെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നു. അതിന് നമ്മൾക്ക് ആ ഒരു കോൺഫ്ലിക്ട്സ് അതെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നു. നമുക്കത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത്
നല്ല രീതിയിൽ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആസ് വെൽ ആസ് സോഷ്യൽ എഫക്റ്റീവ്നെസ്. ഇപ്പം എനിക്കിപ്പോ അങ്ങനെ അത് എനിക്ക് വരുന്ന കോൺഫ്ലിക്ട്സ്, ഡിസ്റ്റർബൻസസ് എനിക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നിലൂടെ പുറത്തേക്ക് വരും, ഒരു റിഫ്ലക്ഷൻ പോലെ പുറത്തേക്ക് വരും. ഞാൻ ചിലപ്പോൾ മുന്നിൽ കാണുന്ന എന്നെ വേറൊരാളായിരിക്കും ചീത്ത പറഞ്ഞത്, പക്ഷെ എന്റെ മുന്നിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരാളെ ഞാൻ വേഗം അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോ ഭയങ്കരമായിട്ട് സംസാരിച്ചു എന്ന് വരാം. അപ്പൊ അതാണ്, അപ്പൊ നമ്മളുടെ ആ ഒരു സോഷ്യൽ എഫക്റ്റീവ്നെസ്സും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല സോഷ്യൽ എഫക്റ്റീവ്നെസ്, ആളുകളുമായിട്ട് നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ മനസ്സിൽ പല ഡിസ്റ്റർബൻസസ് ഉണ്ട്, പക്ഷെ അത് പറഞ്ഞത് വേറൊരാളുടെ മുകളിലേക്ക് കൊണ്ടുപോയി തീർക്കാനുള്ള രീതിയിലല്ലല്ലോ. അത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അങ്ങനെ ഡിസ്റ്റർബൻസസും കോൺഫ്ലിക്ട്സും വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബാച്ച് MT1 വൈവ നടക്കുവാണെങ്കിൽ ഫൈനൽ എക്സാം ആവാറായി, വൈവ നടക്കും, മോഡൽ എക്സാം കഴിഞ്ഞു, വൈവയുടെ ടൈം. നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു, എങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് വൈവയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് എന്നിട്ടും ചില ട്രെയിനീസ് കേട്ടോ, എല്ലാവരും അല്ല, അവര് ഒന്നും നോക്കാതെ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വന്നിരിക്കുക വൈവയ്ക്ക്. സോ ദാറ്റ് വിൽ മേക്ക് അസ് വെരി ഡിസ്കംഫർട്ട്. നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നമ്മൾ പറഞ്ഞു ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ജനറൽ നോളജ് ഒന്നും ആരും അളക്കാൻ വരില്ല. നിങ്ങൾ ചെയ്ത് വെച്ച അസൈൻമെന്റ് ആക്ടിവിറ്റി, നിങ്ങൾ എഴുതിയ റെക്കോർഡ്, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ സർവേക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, അതൊക്കെയാണ് നമ്മൾ വൈവയ്ക്ക് ചോദിക്കുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കൊടുത്തു. പിന്നെ വൈവ ചെയ്യാൻ വരുമ്പോൾ വീഡിയോ ഓൺ ചെയ്യണമല്ലോ. അപ്പം എന്തൊക്കെ അസൈൻമെന്റ് ആക്ടിവിറ്റി, പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, കുട്ടികളെ പഠിപ്പിക്കാൻ പോയപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങള്, കുറെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം റെഡി ആയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഏതാണോ ചോദിക്കുന്നത് അതെടുത്ത് കാണിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് ചോദിക്കുമ്പോഴും അവർ ആ വീട് മുഴുവൻ അന്വേഷിച്ച് നടക്കുക അതെവിടെയാന്നുള്ളത്. സോ ദാറ്റ് വിൽ മേക്ക് us വെരി ഡിസ്റ്റർബ് അല്ലെ. നമുക്ക് നിങ്ങളാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ദേഷ്യം വരും സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും. സോ അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ വൈവയാണ്, അവര് ടെൻഷനിലായിരിക്കും, കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പോലും അവരൊട്ട് പ്രിപ്പയർ ചെയ്യാതെ വന്നിരുന്നപ്പം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയി. അപ്പൊ അത് പക്ഷെ വേറൊരാളിലേക്കോ അല്ലെങ്കിൽ അവരിലേക്കോ തന്നെ പോകല്ലേ എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്താണ് നമ്മൾ ഇരിക്കുന്നത്. ദാറ്റ് ഇസ് സോഷ്യൽ എഫക്റ്റീവ്നെസ്. മറ്റുള്ളവരെ ഇതാക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്നും റിഫ്ലക്ഷൻസ് പോകരുത്. അതാണ് നമ്മളുടെ മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്. ഹെൽത്ത് മീൻസ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡിന്റെ ഹെൽത്ത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കാം? മാം അത് മിസ്സായ സെന്റൻസ് ഒന്ന് പറയാമോ? എന്താണ് മിസ്സായ സെന്റൻസ് പറയാമോ? ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്, ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് രണ്ട് കണക്റ്റഡ് ആണ്. നമ്മളുടെ ബിഹേവിയർ നമ്മുടെ ബോഡിയെയും ബാധിക്കും, നമ്മളുടെ മൈൻഡിനെയും ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ അങ്ങനെയുള്ള ബിഹേവിയർ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഇരുന്ന് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുക. പക്ഷെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുവായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ എന്റെ ബോഡി, എനിക്ക് ഭയങ്കര ഹെഡേക്ക് ഒക്കെ വരും, തലവേദനയൊക്കെ എടുക്കുമായിരുന്നത് കണ്ടിട്ട് ഭയങ്കര ഹെഡേക്ക്. അപ്പം അത് കഴിയുമ്പോൾ അടുത്ത ക്ലാസ് എടുക്കാനുണ്ട്, ജസ്റ്റ് അത് കഴിഞ്ഞ ഉടനെ അടുത്ത ക്ലാസ് ഉണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് വന്നു. അപ്പൊ എനിക്ക് വന്ന ഡിസ്റ്റർബൻസ് എന്റെ ബോഡിയിലും മൈൻഡിലും ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് നിങ്ങളിലേക്ക് അതിന്റെ റിഫ്ലക്ഷൻ വരാതിരിക്കും ഞാൻ ഭയങ്കര പാടുപെടുക. അതാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഇസ് ആ ഒരു ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന ഒരു പാട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. വായിക്കട്ടെ സർ. യെസ്. From this, one can conclude that mental health has two important phases. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations, but he achieves this internal adjustment in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success and happiness in achievement of everyday tasks,
of living effectively with others and showing society considerable behavior. ബാക്കി ഇവിടെ വായിക്കണം. അതില്ല. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് നമുക്കറിയാം, അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബോഡി ആൻഡ് മൈൻഡ്. ഫ്രം ദിസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട്. ഇത് നമ്മളുടെ മാത്രമല്ല, ഇൻഡിവിജ്വൽ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളത് സോഷ്യൽ സറൗണ്ടിങ്സും കൂടെ കണക്റ്റഡ് ആണ്. അങ്ങനെ 2 ഫേസസ് ഉണ്ട് ഈ മെന്റൽ ഹെൽത്തിന്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റേണലി അഡ്ജസ്റ്റഡ് ആവുന്നതാണ്. അത് വേറൊരാൾ വന്നൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളിൽ തന്നെ ആ ഒരു മാറ്റം, നമ്മളിപ്പോ സെൽഫ് കോൺഫിഡൻസ്, സഫിഷ്യന്റ് ആൻഡ് ഫ്രീ ഫ്രം ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ടെൻഷൻസ് ഓർ എറേഴ്സ്. നമ്മുടെ ഉള്ളിൽ കുറെ ഡിസ്റ്റർബൻസസും ടെൻഷൻസും എല്ലാം ഉണ്ടായിരിക്കും. കോൺഫ്ലിക്ട്സ്, ആശയക്കുഴപ്പങ്ങൾ, ചിന്താക്കുഴപ്പങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മള് തന്നെ ഇന്റേണലി അത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ തന്നെ കോൺഫിഡന്റ് ആകുന്നു, ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുമായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാനായിട്ട് പറ്റും, അഡാപ്റ്റ് ആവാനായിട്ട് പറ്റും. ആ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സോഷ്യൽ സെറ്റപ്പിലും വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിയ്ക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനിരിക്കുമ്പോൾ 10-12 പേരുണ്ടെങ്കിൽ ഒരു അത്രയും അഭിപ്രായങ്ങൾ വരും. ചില ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഓരോരുത്തരുടെ ഒപ്പീനിയൻസിനെ മാനിച്ചുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് കാണാം. ചിലർക്ക് അതിനുള്ള ഭയങ്കര ഒരു കഴിവുണ്ടല്ലേ, പല ഒപ്പീനിയൻസ് വരുമ്പോഴേക്കും എല്ലാവർക്കും ഫേവറബിൾ ആകുന്ന രീതിയിൽ ഒരു കാര്യം അങ്ങ് കൺക്ലൂഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വരുന്നതിനെ നമ്മൾ ഭംഗിയായി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പലപ്പോഴും അത് സോഷ്യൽ സെറ്റപ്പിലേക്ക് വരുമ്പോഴും നമുക്കത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അഡാപ്റ്റേഷൻ പൊരുത്തപ്പെടാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എപ്പോഴും എതിരഭിപ്രായമാണ്. സോ ദാറ്റ് മീൻസ് ആളുകൾ പറയില്ല, അയാളെ കൂട്ടണ്ട, അയാളെ ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയും. അപ്പൊ നമ്മൾ അതേസമയം നമ്മൾ ഇതേ രീതിയിൽ അഡ്ജസ്റ്റഡ് ആയി പോവുകയാണെങ്കിൽ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. അതായത് മെന്റൽ ഹെൽത്തിന്റെ വേറെ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ്. പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പ് കുറെ ഒപ്പീനിയൻസ് പറയുമ്പോൾ അതിനെല്ലാം കൂടെ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു ഒപ്പീനിയൻ അങ്ങ് സെലക്ട് ചെയ്ത് ആ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെയുള്ളവർക്ക് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ കാണാറില്ലേ, ചില ഗ്രൂപ്പുകളിൽ ചില ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കും. കാരണം അവർ വന്നു കഴിയുമ്പോൾ അതിനൊരു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു നിർദ്ദേശം, സജഷൻ ഒക്കെ തരാനായിട്ട് പറ്റുന്നത് നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ വിളിക്കും. അപ്പൊ ഇത് ശരിക്കും ഓരോ വ്യക്തിയുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ഈ മെന്റൽ ഹെൽത്ത് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത്. ഇതിന്റെ എല്ലാം എൻഡ് റിസൾട്ട് എന്തായിരിക്കും? സക്സസ് ആൻഡ് ഹാപ്പിനെസ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. നമ്മൾ ശരിയായ രീതിയിൽ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും പല സ്ട്രെസ്സും സ്ട്രെയിനും ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ആയിരിക്കും. അപ്പൊ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സക്സസ് ആൻഡ് ഹാപ്പിനെസ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ അച്ചീവ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സൊസൈറ്റിക്ക് ഇതിനുള്ള ആള് നല്ലൊരു ആളാണ്, സൊസൈറ്റിക്ക് കൺസിഡറബിൾ ബിഹേവിയർ ആയിട്ട്. അതേസമയം എപ്പോഴും വഴക്കാളി, പറയുന്നതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ഗ്രൂപ്പിലേക്കൊന്നും അയാൾ പലപ്പോഴും വിളിക്കാതെ വരും. സൗണ്ട് മൈൻഡ് അതാണ് ആവശ്യം, അല്ലെ? ഒരു നല്ല രീതിയിൽ നമ്മൾ പറയുന്നത് ബോധമുള്ള മനസ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് മൈൻഡ്, നല്ല ബോധമുള്ള മനസ്സ്, അതാണ് സൗണ്ട് മൈൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോമൺ സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അതായിരുന്നു പറഞ്ഞത്. അതിന്റെ ബാക്കി വർഷം നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് കാണാം, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇത് മുഴുവനായിട്ട് ആരെങ്കിലും റീഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. വായിക്കട്ടെ മിസ്സേ? പ്ലീസ്.
Instruction involves the social situation of a classroom in which the teacher occupies the leader's positions. A role is thus wanted from the teacher which requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. The important professional traits of a mentally healthy teacher are the following: good knowledge of subject matter in which he has specially, capacity and willingness to teach effectively and mastery of communication skills, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines, capacity to work together to share experience with other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of social expectations and an understanding of his social role, respect for identity and one's profession. Thank you, Miss. ഞാൻ ഇപ്പോഴാണ് അഞ്ജനയുടെ മെസ്സേജ് കാണുന്നത്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലാന്ന്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സമയം കുറേ. ഞാൻ വായിച്ചതാണോ അതോ ആരെങ്കിലും റീഡ് ചെയ്തതായിരുന്നോ? മിസ് വായിച്ചതായിരുന്നു, ഇപ്പൊ കേൾക്കാം. ആര്യ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പറഞ്ഞു പോകുമോ മാം? ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ മോക്ക് ടെസ്റ്റും തരാട്ടോ. അതിപ്പം അടുത്ത ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ വന്നപ്പോഴേക്കും എല്ലാം കൂടെ ഒരു ഹെഡേക്ക് പോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണല്ലോ. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈമിൽ കൊടുക്കണം. മോക്ക് ടെസ്റ്റ് മീൻസ് ഇച്ചിരി വായിക്കാനും കുഴപ്പമൊന്നുമില്ല ആയിരിക്കും. നിങ്ങൾ വായിച്ച് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സമയം എടുക്കാമെന്നായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും ഇത് ക്ലാസ് റൂം, ടീച്ചേഴ്സ്, കുട്ടികൾ ഇതുമായിട്ടൊക്കെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കുട്ടികളുമായിട്ട് പകല് മുഴുവൻ കുട്ടികൾ സ്കൂളിലായിരിക്കും, ടീച്ചറായിരിക്കും കൂടുതൽ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന വ്യക്തി. അപ്പോ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. ടീച്ചർക്കാണ് പെട്ടെന്ന് കുട്ടികളിൽ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ ബിഹേവിയറൽ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകുള്ളൂ. അങ്ങനെയുള്ളൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ഒരു സർട്ടൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വേണം. ടീച്ചർ കുട്ടികളെക്കാൾ കൂടുതൽ ഡിസ്റ്റർബൻസസ് കാണിക്കുന്നു, കോൺഫ്ലിക്ട്സ് കാണിക്കുന്നു, പ്രശ്നങ്ങൾ കാണിക്കുന്ന ആളാണെങ്കിൽ കുട്ടി പിന്നെ ആരുടെ അടുത്ത് പോകും? സോ ടീച്ചർക്ക് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്ന ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യണം. ടീച്ചറുടെ ആ ഒരു പേഴ്സണാലിറ്റി മറ്റുള്ളവരെ എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം ഈ കുട്ടികളുടെ മുന്നിലെത്തുന്ന ടീച്ചർ. നിങ്ങൾ ഓരോരുത്തരും നാളെ നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ നല്ല ഇപ്പോഴത്തന്നെ ആ ജേണിയിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കിടുന്നു, അതിൽ ഇടപെട്ട് ആ കുട്ടികളെ രണ്ടുപേരും അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിച്ച് അത് നല്ല ആ രീതിയിൽ ടീച്ചർ പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഒക്കെ മനസ്സിലായി, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടാവണം. ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ആ ടീച്ചർ. എല്ലാ രീതിയിലും ഫിസിക്കലി, സോഷ്യലി, മെന്റലി, അതുപോലെ തന്നെ ഇമോഷണലി ഒരു ഹെൽത്തി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം നമ്മുടെ ടീച്ചർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രേറ്റ്സ്, അവരുടെ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില ഗുണങ്ങൾ, ട്രേറ്റ്സും ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ഒരു മെന്റലി ഹെൽത്തി ടീച്ചർ. എടുക്കുന്ന ടീച്ചർ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ്, ഗുഡ് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻ വിച്ച് ഹി ഓർ ഷീ സ്പെഷ്യലി ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. വൈഡ് ആയിട്ടുള്ള നോളജ് ആ ഒരു ബുക്കിൽ അടങ്ങുന്നതല്ല. പിന്നെ എഫക്റ്റീവ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റണം. അതിനുള്ള കപ്പാസിറ്റിയും വില്ലിങ്നെസ്സും അതിനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എപ്പോഴും ഏതൊരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ പറയുന്ന ഒന്നും ടീച്ചർക്ക് എത്ര നോളജ് സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും പറയുന്നത് ക്ലിയർ അല്ലാതെ വരും. പിന്നെ
അവരൊരു പ്രൊഫഷനിൽ അവർക്ക് സ്കില്ലുണ്ട്, ബട്ട് അതെപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം അല്ലേ. ഞാൻ ഇത്രയുമായി ഞാൻ പ്രൊഫഷണലി നല്ല സ്കില്ലുള്ള ആളാണ് എന്നും പറഞ്ഞിട്ട് അത് തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ കാലങ്ങളിനനുസരിച്ച്, ടൈം മാറുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡിസയർ, ആഗ്രഹവും വേണം, അതിനുള്ള ഒരു കപ്പാസിറ്റി, എബിലിറ്റി വേണം. പുതിയതുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ റെഫർ ചെയ്ത് ആ രീതിയിൽ തന്നെ പോകണം. ഗ്രൂപ്പിലാണെങ്കിൽ കപ്പാസിറ്റി ടു വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യാനും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അങ്ങനെ മറ്റുള്ള സ്റ്റാഫുകളോട് ഒരു ആക്സെപ്റ്റൻസ് ബിഹേവിയർ, അവരെല്ലാം ഉൾക്കൊള്ളാനും അവർ പറയുന്നത് ഉൾക്കൊള്ളാനും നമ്മളെ ആക്സെപ്റ്റബിൾ ആക്കുന്ന പേഴ്സൺ എന്നുള്ള രീതിയിലും അവരോട് പെരുമാറാനായിട്ട് പറ്റണം. പിന്നെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. ആ ഒരു ജോബ് അതാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോട്, കുട്ടികളോട്, അവിടുത്തെ സ്റ്റാഫുകളോടെല്ലാം റെസ്പോൺസിബിലിറ്റി ഉള്ളതിനെ പറ്റി നല്ലപോലെ ഒരു അറിവുണ്ടായിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് ഫങ്ഷനിങ്, അവരുമായിട്ട് ജോയിൻ ചെയ്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും, കുട്ടികൾ ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയണം. പിന്നെ റിയലിസ്റ്റിക് അറ്റൻഷൻ ഓഫ് ദ സോഷ്യൽ എക്സ്പെക്ടേഷൻ ആൻഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ് സോഷ്യൽ റോൾ. ശരിക്കും റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ എന്റെ റോൾ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടീച്ചർ മനസ്സിലാക്കണം. പിന്നെ സൊസൈറ്റി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ടീച്ചറിൽ നിന്ന്, ഒരു സ്കൂളിൽ നിന്ന്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാഫിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. പിന്നെ റെസ്പെക്ട് ഫോർ ഐഡന്റിറ്റി ആൻഡ് വൺസ് പ്രൊഫഷൻ, വേറൊരാളുടെ പ്രൊഫഷൻ അത് എന്ത് തന്നെയായാലും അതിനെ റെസ്പെക്ട് ചെയ്യാനും ഉള്ള ഒരു ക്വാളിറ്റി ആ ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ പലതും പറഞ്ഞു. മീൻസ് ആൻഡ് എൻഡ്സ്, മെന്റൽ ഹെൽത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. മെന്റൽ ഹൈജീൻ എന്നുള്ള ആ മീൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് ആണ് മെന്റൽ ഹെൽത്ത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ. ഇപ്പൊ ഈ മെന്റൽ ഹെൽത്ത്, ഇപ്പൊ നമ്മുടെ ടീച്ചറുടെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞപ്പോ അതെ മെന്റൽ ഹെൽത്തുമായി കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ക്വാളിറ്റി പറഞ്ഞത്. പല കാര്യങ്ങളെയും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോ ടീച്ചർ എന്നല്ല ഏതൊരു ഇൻഡിവിജ്വലിന്റെ എടുത്താലും ആ ഒരു മെന്റൽ ഹെൽത്തിന് ഒരു റിയാലിറ്റി കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് റിയലിസ്റ്റിക് അറ്റൻഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ഇപ്പോ ഞാൻ എന്റെ ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും, ഇമോഷൻസ് ഉണ്ടാകും, അതുപോലെ എബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, റിയാലിറ്റി കോണ്ടാക്ട്. അപ്പം എന്താ പറയാ, പെട്ടെന്നായിരിക്കും നമ്മൾ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് അത് റിയൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അത് വരുന്നു. പിന്നെ ഇമ്പൾസ് കൺട്രോൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ചില കുട്ടികളിലും ഇപ്പൊ കൂടുതലായിട്ട് കാണാം, വലിയ ആൾക്കാരിലുണ്ട് ഇമ്പൾസീവ് ബിഹേവിയർ, ആവേശകരമായ പെരുമാറ്റം, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന പോലത്തെ. അതിപ്പോ ടീച്ചറാണോ മുന്നിൽ നിൽക്കണേന്ന് നോക്കില്ല, പെട്ടെന്ന് ചാടി കയറി അങ്ങനെ കയർത്ത് സംസാരിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, ഇമ്പൾസീവ് ബിഹേവിയർ. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇമ്പൾസ് കൺട്രോൾ, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ വരുന്ന ഇമ്പൾസീവ്നെസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സ്വന്തം ബിഹേവിയറിൽ തന്നെ ഇങ്ങനെ ഇമ്പൾസീവ്, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ചില നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ബട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെൽഫ് എസ്റ്റീം അല്ലെ, ആ ഒരു നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്കുള്ളത് സെൽഫ് എസ്റ്റീം, ഒരു ആത്മാഭിമാനം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത്. അവയർനെസ് അബൌട്ട് വൺസെൽഫ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള തന്നെയുള്ളൊരു അവയർനെസ്സും നമ്മളെ കുറിച്ച് തന്നെയുള്ളൊരു അഭിമാനം, അതാണ് സെൽഫ് കൺസെപ്റ്റ്. വാട്ട് ഐ ആം,
ഇതിപ്പോ എനിക്ക് എന്നെ പറ്റി അറിയില്ല, എന്റെ ക്വാളിറ്റി അറിയില്ല, എന്റെ കപ്പാസിറ്റിയെ കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ആണ്, കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കറിയാം, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ദാറ്റ് ഇസ് സെൽഫ് എസ്റ്റീം. പിന്നെ പോസിറ്റീവ് തോട്ട് മെന്റൽ ഹെൽത്തിന്റെ വേറെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മെന്റൽ ഹെൽത്തിന്റെ ഒരു ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നത്. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും വരിക. അതായത് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, വെറുപ്പ്, ജലസി, അസൂയ, ഫിയർ, ഡെസ്പെയർ, ഇതെല്ലാം നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് തോട്ട്സ് മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഇതെല്ലാം. അപ്പൊ നല്ല പോലെ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് തോട്ട് ആയിരിക്കും. അപ്പൊ റിയാലിറ്റി കോണ്ടാക്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മറ്റുള്ളവരുടെ റിയാക്ഷൻസിനെ മനസ്സിലാക്കാനായിട്ട് പറ്റുക, അവരുടെ ഇമോഷൻസ്, അവരുടെ എബിലിറ്റീസിനെ അപ്രൈസ് ചെയ്യും. നമ്മൾ അതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉള്ള കഴിവല്ല അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളവരുടെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അയാളുടെ മെന്റൽ ഹെൽത്ത് വളരെ നല്ലതാണ്. അതാണ് റിയാലിറ്റി കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇമ്പൾസ് കൺട്രോൾ, വരുന്ന പല ഇമ്പൾസീവ്നെസ്, അങ്ങനെയുള്ള ബിഹേവിയർ, അതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. സെൽഫ് എസ്റ്റീം, വൺ സെൽഫ്, എനിക്ക് എന്നെ കുറിച്ച് തന്നെയുള്ള ഒരു ബോധം. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ്, സെൽഫ് ബിലീഫ്, അതുപോലെ റെസ്പെക്ട്, എന്റെ കഴിവിനെ കുറിച്ചുള്ള ഒരു അറിവ്, അതെല്ലാമാണ് സെൽഫ് കൺസെപ്റ്റിൽ വരുന്നത്. പോസിറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. പോയിന്റ്സിൽ ചേർക്കാനുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ്സിൽ ചേർക്കാനുള്ള അല്ല. എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പുവർ ആയിട്ട് മെന്റൽ ഹെൽത്ത് ഉള്ള ആളുകളുടെ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും? നല്ല മെന്റൽ ഹെൽത്ത് അല്ല, വളരെ പുവറാണ് മെന്റൽ ഹെൽത്ത്. അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ദേഷ്യം, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, ഫിസിക്കലി വീക്ക് ആയിരിക്കും, ആളുകളുമായിട്ട് ഇടപെടാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല, കുറച്ച് പുറകോട്ട് നിൽക്കും അവര്. അതെ, ആളുകളുമായിട്ട് എങ്ങനെ ഇടപെടേണ്ടത്? അവര് സൈലന്റ് ആയിരിക്കും, റിലേഷൻ, പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്, സ്ട്രെസ്. ഒരു റിലേഷൻഷിപ്പ് അത്ര ഇഷ്ടപ്പെടില്ല, അതിൽ നിന്നൊക്കെ വിത്ഡ്രോ ചെയ്യും. സെൽഫ് ബിലീഫ് കുറവായിരിക്കും, ഇൻട്രോവേർട്ട് ആകാം അല്ലെ. അവര് പല റിലേഷൻഷിപ്പിൽ നിന്നും വിത്ഡ്രോ ചെയ്യും പലപ്പോഴും. റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അവര് കൂടുതലും ഒറ്റക്ക് ഇരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അങ്ങനെ മെന്റൽ ഹെൽത്ത് പുവർ ആവുമ്പോൾ ഇവര് മറ്റു പല മാർഗങ്ങൾ തേടി പോകൂലെ. ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, അതൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതേസമയം മെന്റൽ ഹെൽത്തിനെ പറ്റി നല്ല ബോധമുള്ളവര് അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ചിലരിങ്ങനെ കണ്ടിന്യൂസ്ലി സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും അവർക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ പിന്നെ വിശപ്പ് കുറവായിരിക്കും, അവർക്ക് ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ല, അവരെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കും. എപ്പോഴും ആൻസൈറ്റി, ഭയങ്കര ഉത്കണ്ഠ, അങ്ങനെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ പേടി ഉണ്ടാകാം, ചിലർക്ക് ദേഷ്യമായിരിക്കും, പിന്നെ ചിലർ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ അവരുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇറഗുലർ ആകാൻ ചാൻസ് ഉണ്ട്. അതായത് BP, ഹാർട്ട് പാൽപിറ്റേഷൻ, അങ്ങനെ പൾസ് റേറ്റ്, അതെല്ലാം ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പൊ ശരിക്കും അങ്ങനെ മെന്റൽ ഹെൽത്ത് ലോ ആവുമ്പോൾ അത് ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും. അതാണ് ഉണ്ടാവുന്നത്. എപ്പോഴും മറ്റുള്ളവരോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, സ്വയം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഓ ഞാൻ എന്തിനാ, എന്നെ കൊണ്ട് പറ്റില്ല, ഐ എം ഗുഡ് ഫോർ നത്തിങ്, ആ ഒരു ചിന്തയൊക്കെ വരും. പിന്നെ റിലേഷൻഷിപ്പ് തന്നെ വളരെ പുവർ ആയിരിക്കും, നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പുവർ മെന്റൽ ഹെൽത്തിന്റെ കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് 2-3 പോയിന്റ്സ് കൂടി ചേർക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിരിക്കും നല്ലത് തോന്നുന്നു. ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിൽ എന്താ ഡിഫറൻസ്? മെന്റൽ ഇൽനെസ്
മെന്റൽ ഇൽ ഹെൽത്ത്. അത് ആ വേർഡായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു പോയതൊക്കെ അത് തന്നെയായിരുന്നു. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി ഉണ്ടാകുന്ന ഡിസോർഡർ, അസ്വാസ്ഥ്യങ്ങൾ, അസുഖം പോലെ അല്ലെ. ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ട്രീറ്റ്മെന്റ് എടുക്കും. മെന്റൽ ഇൽ ഹെൽത്തോ? ഇവിടെ ആരുടെ പേരെ വിളിക്കാം? ഇപ്പൊ ആതിര. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ആതിരയെ പറ്റി ഇങ്ങനെ പറയുക, ആതിര ഇട്ടിങ്ങനെ ഡ്രസ്സ് കൊള്ളില്ല, എന്ത് മോശമായിട്ടാ ഡ്രസ്സ് ചെയ്ത് വരുന്നത്, ആ സംസാരിക്കണ കേക്ക് ഒരു രസമില്ല, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറയാം. മീൻസ് എന്റെ മെന്റൽ ഹെൽത്ത് ശരിയല്ല. നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നു, ദാറ്റ് മീൻസ് അതാണ് മെന്റൽ ഇൽ ഹെൽത്ത്. അതേസമയം നമുക്ക് ഡിപ്രഷൻ, നമുക്ക് സങ്കടം, നിരാശ, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഇൽനെസ് പോലെയാണ്, നമ്മളുടെ ആ മനസ്സിനുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളാണ് അല്ലെ. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട്, നമ്മുടെ ബിഹേവിയറുമായിട്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ബിഹേവിയറാണ്, അത് എന്റെ സ്വഭാവമാണ്, ഒരാളെ പറ്റി നെഗറ്റീവ് പറയാന്നുള്ളത്. ക്ലിയർ ആയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മോശമായ ചിന്താഗതി അല്ലേ മാഡം? നെഗറ്റീവ് തോട്ട്സ് വരിക, ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, അതെല്ലാമാണ് മെന്റൽ ഇൽ ഹെൽത്ത്. പക്ഷെ എന്നിട്ട് ആ മെന്റൽ ഹെൽത്തിന് എന്താ പറയാ, അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന് പറയില്ലേ നമ്മള്, അതാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഇൻസിഡൻസ് കൊണ്ട് നമുക്ക് ചിലപ്പോ ഡിപ്രഷൻ വരാം, നിരാശ വരാം അല്ലെ. ഒരു എക്സാമിൽ തോറ്റും, ദാറ്റ് മീൻസ് അത് നമ്മളെ ബാധിച്ചു, നമ്മുടെ മനസ്സിനെ ബാധിച്ചു. അപ്പൊ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് വേണം. മറ്റേതെന്ന് പറഞ്ഞാൽ നന്നാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം. മെന്റൽ ഇൽ ഹെൽത്ത് അതിന് മരുന്നൊന്നുമില്ല. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയില്ലേ, സെയിം, ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. അത് ക്ലിയർ ആയി വിചാരിക്കണം. മെന്റൽ ഇൽനെസ് നമുക്ക് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വിഷാദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് ഉണ്ടാകാം. ചിലപ്പോൾ മെഡിസിൻസ് വേണ്ട, തെറാപ്പി അങ്ങനെ എന്തെങ്കിലും മതിയാവും. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി, നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? മാം പറയട്ടെ. Good afternoon everyone, and good afternoon ma'am. My name is Vismaya. Today I want to express my sincere gratitude to our teacher for providing us enriching and engaging class. Thank you ma'am for your support and dedication for creating our future. At last, thanks to all my friends, and once again thank you ma'am. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, Thank miss. you, miss. Thank you, Thank you, ma'am. Thank you Thank you, ma'am. Thank you, ma'am. എടാ അത് അറിയാണ്ട് ബാക്ക് അടിച്ചു പോയി. ഇവിടെയാ ഞാൻ തന്നെ വേഗം അവിടെ മുത്തമ്മേ വേണ്ട വേണ്ട ഓ മേനോ അപ്പാപ്പ തന്നെ അപ്പാപ്പ അയ്യോ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. അജിത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ തോന്നുന്നു. പോട്ടെ ആ പപ്പ എടുത്തോണ്ട് വരട്ടെ